ശതാബ്ദി നിറവിൽ കോഴിക്കോട് രൂപത 100 സംവത്സരങ്ങൾ. ദൈവകൃപയാൽ ഉജ്ജ്വലമാക്കപ്പെട്ട അനേകായിരം ദിനരാത്രങ്ങൾ. മലബാറിന്റെ മാതൃരൂപത വിശ്വാസദീപം കൈമാറിയതിന്റെ 10 പതിറ്റാണ്ടുകൾ. മണ്ണിനോടും മലകളോടും പടവെട്ടിയ ഒരു ജനതയ്ക്ക് വഴികാട്ടിയായി അനന്തമായ വെളിച്ചവുമായി സേവനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കരുതൽ കരങ്ങളായി മാറിയ കോഴിക്കോട് രൂപത ദൈവപരിപാലനത്തിൻ്റെ വഴികളിലൂടെ മലനാട്ടിൽ മരതകം വിരിച്ചിട്ട് 100 സംവത്സരങ്ങൾ പിന്നിടുമ്പോൾ എത്രയോ ധന്യം ഈ കൃപയുടെ നാൾ വഴികൾ. വർഷത്തിന്റെ ദൈവവചന പ്രഘോഷണത്തിന്റെ സേവനത്തിന്റെ ആതുര ശുശ്രൂഷയുടെ കരുണയുടെ മുഖമായി മാറിയ കോഴിക്കോട് രൂപതയുടെ ശതാബ്ദി ആഘോഷ ദീപശിഖ പ്രയാണം എത്തിച്ചേർന്നിരിക്കുകയാണ്. പിതാവേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ചാക്കോ സാറേ, കോഴിക്കോട് രൂപത വാസ്തവത്തിൽ ഒരു ചരിത്ര സംഭവമാണ്. നൂറ്റാണ്ടുകളിലൂടെ ഈ കോഴിക്കോട് മലബാർ മേഖലയ്ക്ക് ചെയ്ത നിരവധിയായ സേവനങ്ങളുടെയും ശുശ്രൂഷകളുടെയും പ്രേക്ഷിത ദൗത്യത്തിൻ്റെയും ഒക്കെ ഒരു പരിസമാപ്തി എന്നവണ്ണമാണ് ഒരു നൂറ്റാണ്ട് മുമ്പ് രൂപതയായി അത് രൂപപ്പെട്ടത്. അതിൻ്റെ ഈ സെൻറ്റിനറി സെലിബ്രേഷൻ അഥവാ ശതാബ്ദി ആഘോഷങ്ങൾ, ആ ആഘോഷങ്ങൾ അതിൻ്റെ മികവിൽ നിൽക്കുമ്പോൾ പിതാവിന് ഈ ജൂബിലിയുടെ എല്ലാ ആശംസകളും അനുമോദനങ്ങളും ഹൃദയപൂർവ്വം നേരുകയാണ്. ഒരുപക്ഷെ 20 നൂറ്റാണ്ടിൻ്റെ ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ 100 വർഷം എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. 5% കാലഘട്ടമുണ്ടത്. ആ 100 വർഷം കൊണ്ട് ഈ കോഴിക്കോടിനെ മലബാർ മേഖലയെ ഇന്ന് കാണുന്ന മലബാറാക്കുന്നതിൽ സ്തുത്യർഹമായ സേവനം തീർച്ചയായിട്ടും കോഴിക്കോട് രൂപത ചെയ്തിട്ടുണ്ട്. ആ സേവനത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് ഒരു നൂറ്റാണ്ട് കടന്നു നിൽക്കുമ്പോൾ ഇത് വന്ന നാൾ വഴികൾ, അതിനുവേണ്ടി സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച പിതാക്കന്മാർ, വൈദികർ, അൽമായ നേതൃത്വങ്ങൾ, ഇവരെല്ലാം നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ രൂപതയുടെ ആരംഭത്തിലേക്ക് നയിച്ച സംഭവങ്ങളെക്കുറിച്ച് പിതാവിന് ആമുഖമായിട്ടൊന്ന് പറയാൻ സാധിക്കുമോ? ചാക്കോ സാറിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു പിതാവ്. ആശംസകൾക്ക് സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. താങ്ക് യു. കോഴിക്കോട് രൂപത സ്ഥാപിതമായത് 1923 ജൂൺ മാസം 12-ാം തീയതിയാണ്. അതിനു മുൻപ് ഈ മലബാർ ഏരിയയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. 1923 ശേഷം വളരെ സംഭവവികലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സാറിന് അറിയാവുന്നതുപോലെ മലബാറിലേക്കുണ്ടായ കുടിയേറ്റമാണ്. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ സംഭവം ഉണ്ടായത് കണ്ണൂർ രൂപത കോഴിക്കോട് രൂപത വിഭജിച്ച് സ്ഥാപിതമായി. അതിന് മുൻപായിട്ട് തന്നെ തലശ്ശേരി രൂപത സ്ഥാപിതമാകിയാണ്. 1953 തലശ്ശേരി രൂപത സ്ഥാപിതമായി. 1998 കണ്ണൂർ രൂപത സ്ഥാപിതമാകുന്നത്. പിന്നെ തലശ്ശേരി രൂപതയിൽ നിന്നാണ് മാനന്തവാടി രൂപത, താമരശ്ശേരി രൂപതയൊക്കെ ഉണ്ടാകുന്നത്.
പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കോഴിക്കോട് രൂപതയെ എല്ലാവരും കണക്കാക്കുന്നതൊരു മാതൃ രൂപതയായിട്ടാണ്. തീർച്ചയായിട്ടും ആദ്യ കാലഘട്ടത്തിൽ ഈ രൂപത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്ത്യാനികൾക്ക് ആകെ ഉണ്ടായിരുന്ന രൂപത ഈ കോഴിക്കോട് രൂപതയാണ്. ഇവിടുത്തെ പിതാക്കന്മാർ, ഇവിടുത്തെ വൈദികർ, ഇവിടുത്തെ സന്യസ്തരെല്ലാം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വ്യക്തികളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ക്രിസ്തു പഠിപ്പിച്ച, അല്ലെങ്കിൽ ക്രിസ്തു നമുക്ക് വേണ്ടി എന്തിനു വേണ്ടി വന്നോ എല്ലാവർക്കും എല്ലാമായി തീരുവാൻ വേണ്ടി ജീവിച്ച ക്രിസ്തുവിനെ പോലെ ഈ രൂപതയിലെ മെത്രാന്മാർ, വൈദികർ, സന്യസ്തരൊക്കെ ജീവിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ നന്ദിപൂർവ്വം ഓർക്കേണ്ട ഒരു സംഭവമാണ്. മലബാറിലെ ക്രൈസ്തവ സഭയ്ക്ക് നൂറ്റാണ്ടുകളുടെ പൗരാണികതയുണ്ട്. 1498 മെയ് 20 വാസ്കോഡ ഗാമ കേരള മണ്ണിൽ എത്തുന്നതോടെ മലബാറിൽ ക്രൈസ്തവ വേരോട്ടത്തിന് തുടക്കം കുറിക്കുന്നു. ധീരതയോടെ ആരംഭിക്കപ്പെട്ട ആ സുവിശേഷവൽക്കരണത്തിന്റെ ഭാഗമായി 1500 മലബാറിന്റെ തീരത്ത് വിശുദ്ധ അന്ത്രയോസിന്റെ പേരിൽ ആദ്യ ദേവാലയം സ്ഥാപിതമായി. 1549 വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ ആഗമനത്തോടെ മലബാറിലെ സുവിശേഷവൽക്കരണം കൂടുതൽ ശക്തി പ്രാപിച്ചു. 1596 ഫാദർ അന്തോണിയോ ഷിപാനി എസ് ജെയും ഫാദർ അക്കോസ്റ്റ എസ് ജെയും ചേർന്ന് കോഴിക്കോട് പരിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിൽ ഒരു ദേവാലയം സ്ഥാപിച്ചതോടെ കോഴിക്കോട്ടെ മിഷൻ പ്രവർത്തനങ്ങൾ ശക്തമായി. തലശ്ശേരി രൂപത തന്നെ ഉണ്ടാകുന്നത് 953 ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 70,000-നും 80,000-നും അടുത്ത് കത്തോലിക്കർ കോഴിക്കോട് രൂപതയിൽ, അതായത് സീറോ മലബാർ കത്തോലിക്കർ കോഴിക്കോട് രൂപതയിൽ ഉണ്ടായപ്പോഴാണ് 1952 നമ്മുടെ പത്രോണി പിതാവ് റോമിലേക്ക് എഴുതി ഈ തലശ്ശേരി രൂപത സ്ഥാപിക്കുവാൻ വേണ്ടി ശ്രമിച്ചത്. മലബാറിലെ കുടിയേറ്റ പ്രവർത്തന സംരംഭകർക്ക് ആക്കം കൂട്ടിയ മെത്രാനാണ് ബിഷപ്പ് ആൽദോ മരിയ പത്രോണി. മേപ്പാടിയിൽ സ്ഥാപിച്ച കുഷ്ഠരോഗികളുടെ പുനരധിവാസ കേന്ദ്രം, പെരിന്തൽമണ്ണയിലെ അന്ധവിദ്യാലയം, കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് സ്ഥാപിച്ച ബധിരർക്കും മൂകർക്കുമുള്ള സ്കൂൾ, ഇതൊക്കെ എടുത്തു പറയേണ്ടവ തന്നെയാണ്. രണ്ടാം വത്തിക്കാൻ സുന്നഹദോസിന്റെ മാറ്റങ്ങൾ കേരള ലത്തീൻ സഭയ്ക്ക് സംഭാവനയായി നൽകിയത് മലയാള ഭാഷയിലും അഗാധ പാണ്ഡിത്യം നേടിയ പത്രോണി പിതാവിന്റെ ആരാധനക്രമ പരിഷ്കരണത്തിലൂടെയാണ്. 1950കളിൽ കുടിയേറ്റക്കാരുടെ എണ്ണം 70,000 കടന്നപ്പോൾ പിൽക്കാലത്ത് മെത്രാനായിരുന്ന മാക്സ്വൽ പിതാവിന്റെ സഹായത്തോടെ മലബാറിന്റെ ഭൂപടമുണ്ടാക്കുകയും ഫാദർ CK മറ്റത്തിനെ സുറിയാനി ക്രിസ്ത്യാനികളുടെ എപ്പിസ്കോപ്പൽ വികാരിയാക്കുകയും ചെയ്തു. ആൽദോ മരിയ പത്രോണിയുടെ കാലം ഈ കോഴിക്കോട് രൂപതയുടെ ചരിത്രത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടാക്കി എന്നുള്ളത് വസ്തുതയാണ്. ഈ രൂപതയെ നമ്മൾ മലബാറിൻ്റെ മാതൃരൂപത എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലത്തീൻ സീറോ മലബാർ സഭകളിലായി 7 രൂപതകളായി വ്യാപിച്ചു കിടക്കുന്ന സഭാ സമൂഹങ്ങളുടെ വളർത്തമ്മയാണ് കോഴിക്കോട് രൂപത. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ ശതകങ്ങളിൽ കൊച്ചി, തിരുവിതാംകൂർ എന്നീ രാജ്യങ്ങളിൽ നിന്ന് മലബാറിൻ്റെ പുത്തൻ മണ്ണിൽ ഉപജീവനത്തിനും അതിജീവനത്തിനും വേണ്ടി കാലുയർത്തിയ കുടിയേറ്റ ജനതയ്ക്ക് ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കാൻ ത്യാഗോജ്വലമായ മാതൃസ്നേഹത്തോടെ കോഴിക്കോട് രൂപതയുണ്ടായി. തലശ്ശേരി അതിരൂപത ഇന്ന് സീറോ മലബാർ സഭയുടെ യശസ്സുയർത്തുന്ന ഒരു അതിരൂപതയായി നിലകൊള്ളുന്നെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറത്ത് ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചതും ദീർഘവീക്ഷണത്തോടെ അതിന് വഴിയൊരുക്കിയതും കോഴിക്കോട് രൂപതയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര ഹൃദയവിശാലത ആ കാലഘട്ടത്തിലെ കോഴിക്കോട് രൂപതയുടെ പിതാക്കന്മാർ കാണിച്ചു എന്നുള്ളത് സന്തോഷകരമായ സത്യമാണ്. നാടും വീടും ഉപേക്ഷിച്ച് ഇല്ലായ്മകളുടെ കഷ്ടപ്പാടിൻ്റെ നടുക്കടലിലേക്ക് കുടിയേറി പാർത്ത ഒരു ജനതയ്ക്ക് സത്യവിശ്വാസത്തിൻ്റെ ദീപനാളം അണഞ്ഞു പോകാതെ കൂട്ടുനിന്നത് ഈ രൂപതയിലെ പിതാക്കന്മാരും വൈദികരുമാണ് എന്നും കാസർഗോഡ് ഭാഗത്ത് അത് നിർവഹിച്ചത് മംഗലാപുരം രൂപതയിലെ ആദരണീയരായ പിതാക്കന്മാരും വൈദികരുമാണ് എന്നുള്ളത്
മറ്റാര് മറന്നാലും ഞങ്ങൾ ഒരിക്കലും മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സത്യമാണ് എന്ന് ഏറ്റുപറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. പിന്നെ ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 923 മുമ്പുള്ള ചരിത്രം, അതെ അതെ, 923 കഴിഞ്ഞ് 53 വരെയുള്ള ചരിത്രം, 53 കഴിഞ്ഞ് 98 വരെയുള്ള ചരിത്രം, പിന്നെ 98 കഴിഞ്ഞിട്ടുള്ള ചരിത്രം, സുൽത്താൻ പേട്ട് രൂപതയൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ വിവിധ ഘട്ടങ്ങളായിട്ട് നമുക്ക് ഈ രൂപതയുടെ വളർച്ചയെ കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 926-27കളിൽ കൊച്ചിയിൽ നിന്നും തിരുവിതാംകൂറിൽ വന്ന കുടിയേറ്റമാണ്. അവർക്ക് വേണ്ടി ഈ കോഴിക്കോട് രൂപത വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടായി. അങ്ങനെയാണ് ആ ജനങ്ങളെ വളർത്താൻ വേണ്ടി അവർക്ക് വീടുണ്ടാക്കി കൊടുത്തു, പള്ളി ഉണ്ടാക്കി കൊടുത്തു, സ്ഥലങ്ങൾ വാങ്ങിക്കൊടുത്തു, ഇങ്ങനെയെല്ലാം കൊടുത്തു. നമ്മളുടെ ഇവിടെയുള്ള പൂർവികരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും കോഴിക്കോട് രൂപത ചെയ്ത വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച്. 1712 മലയാള ഭാഷയ്ക്ക് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ പുണ്യശ്ലോകൻ അർണോസ് പാതിരി ദേവമാതാ കത്തീഡ്രലിൽ വികാരിയായിരുന്നു. 1793 കോഴിക്കോട് സ്ഥാപിച്ച സെന്റ് ജോസഫ്സ് ബോയ്സ് സ്കൂൾ, 1807 കണ്ണൂരിൽ സ്ഥാപിച്ച സെയിന്റ് മൈക്കിൾസ് സ്കൂൾ, 1919 സ്ഥാപിതമായ പ്രോവിഡൻസ് ഗേൾസ് സ്കൂൾ എന്നിവ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. 1723 മയ്യഴി താവളമാക്കി ഫ്രഞ്ച് കത്തോലിക്കയുടെ ആത്മീയ ശുശ്രൂഷയ്ക്കായി പോണ്ടിച്ചേരിയിൽ നിന്ന് ഫാദർ ഡൊമിനിക് OCD മാഹിയിലെത്തി. 1736 വിശുദ്ധ അമ്മ ത്രേസ്യയുടെ നാമധേയത്തിലുള്ള മാഹി ദേവാലയം നിർമ്മിക്കപ്പെട്ടു. കോഴിക്കോട് തീരപ്രദേശങ്ങളിൽ മാത്രമല്ല വിശ്വാസത്തിന്റെ ദീപനാളം കത്തിജ്വലിച്ചത്. 1825 വൈത്തിരിയിൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ദേവാലയം വയനാട്ടിലെ ആദിമ ക്രൈസ്തവ ദേവാലയമാണ്. മൈസൂർ രൂപതയിൽ പ്രവർത്തിച്ചിരുന്ന പാരീസ് മിഷൻ സൊസൈറ്റിയിലെ സന്യസ്തർ വൈത്തിരി കേന്ദ്രീകരിച്ച് നടത്തിയ മിഷൻ പ്രവർത്തനം വഴി മേപ്പാടി, പള്ളിക്കുന്ന്, മാനന്തവാടി എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പള്ളികൾ സ്ഥാപിച്ചു. വയനാട്ടിലുണ്ടായിരുന്ന വിവിധ ആദിവാസി സമൂഹങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസം നൽകുന്നതിനും മിഷണറിമാർ വഹിച്ച പങ്ക് നിസ്തുലമാണ്. ഇന്നും അവരുടെ മനസ്സിലൊക്കെ പച്ച പിടിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ അവരോടൊക്കെ ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള മനുഷ്യരോടൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ അവർ പറയും, വളരെ അഭിമാനത്തോടു കൂടി പറയും, ഞാൻ സ്ഥൈര്യരേവനം സ്വീകരിച്ചത് പത്രോണി പിതാവിൽ നിന്നാണ്, അല്ലെങ്കിൽ കുർബാന സ്വീകരിച്ചത് ആളിൽ നിന്നാണ്, അങ്ങനെയൊക്കെ അവർ പറയാറുണ്ട്. അതുപോലെ ഇവിടെ മിഷനറിമാരുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായിരുന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സുക്കോളച്ചൻ, പിന്നെ കൈറോണിയച്ചൻ, മൊന്തനാരിയച്ചൻ, ഡെൽസോട്ടച്ചൻ, ബെൻഡ്രമിൻ അച്ഛൻ, ജോസഫ് തഫ്രേൽ അച്ഛൻ, ഇങ്ങനെയുള്ള വലിയ വലിയ, പിന്നെ കൂടാതെ നാട്ടിൽ നിന്നുള്ള മിഷനറിമാരുണ്ടായിരുന്നിട്ടുണ്ട്. ഈ മിഷനറിമാരുടെ പ്രവർത്തനം ആദ്യ കാലഘട്ടത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് കുടിയേറ്റ ജനതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അതിനുശേഷം അവരുടെ കോൺസെൻട്രേഷൻ വന്നത് ചിറക്കൽ മിഷൻ, അതായത് കണ്ണൂരിലുള്ള ചിറക്കൽ മിഷൻ ഇന്ന് കണ്ണൂർ രൂപതയിൽപ്പെടുന്ന ഭാഗങ്ങളിലാണ്. പ്രത്യേകിച്ച് ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രവർത്തിച്ച ഒരു രൂപതയാണ് കോഴിക്കോട് എന്ന് പറയാൻ സാധിക്കും. ഐത്തവും അതുപോലെ തന്നെ അനാചാരങ്ങളൊക്കെ നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ മാറിമറിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊക്കെ ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി, ഒരു മനുഷ്യൻ്റെ മഹിമ കൊടുക്കാനായിട്ട് നമ്മുടെ മിഷനറിമാർക്ക് സാധിച്ചിട്ടുണ്ട്, സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്. ഈ സുക്കോളച്ചൻ തന്നെ ഏതാണ്ട് 8,000-ലധികം ഭവനങ്ങൾ പണിത് പാവപ്പെട്ടവർക്ക് നൽകുകയുണ്ടായി, ചിറക്കൽ മിഷനിൽ മാത്രമായിട്ട്. പിന്നെ അവർക്ക് വേണ്ടി കുളം കുഴിക്കുക, അവർക്ക് വേണ്ടി മറ്റു കൃഷിയിടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ഒത്തിരി അടിസ്ഥാന സൗകര്യങ്ങൾ അവർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മിഷനറിമാരുടെ പ്രവർത്തനം. അത് ഇന്നും എല്ലാവരും ഓർക്കുന്നു. 1910 അഭിവന്ദ്യ പോൾ പെരീനി പിതാവ് മംഗലാപുരം രൂപതയുടെ മെത്രാനായി നിയമിതനായി. മലബാറിൽ കോഴിക്കോട് കേന്ദ്രമാക്കി ഒരു രൂപത സ്ഥാപിക്കണമെന്ന് റോമിലേക്ക് അഭ്യർത്ഥിച്ചത് പെരീനി പിതാവാണ്. 1923 ജൂൺ 12-ാം തീയതി 11-ാം പിയൂസ് പാപ്പ മംഗലാപുരം, മൈസൂർ, പോണ്ടിച്ചേരി, കോയമ്പത്തൂർ രൂപതകളിൽ നിന്ന് ഇന്നത്തെ കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകൾ ഉൾപ്പെടുന്ന മലബാർ പ്രദേശം വേർതിരിച്ചുകൊണ്ട് കോഴിക്കോട് രൂപതയ്ക്ക് ജന്മം നൽകുകയും ബിഷപ്പ് പോൾ പെരീനി SJയെ തന്നെ പ്രഥമ മെത്രാനായി സ്ഥാനമേൽപ്പിക്കുകയും ചെയ്തു. ഒന്ന് പിറകിലേക്ക് പോവുകയാണെങ്കിൽ 1498 വാസ്കോഡഗാമ വന്ന കാലം, അതെ,
അദ്ദേഹത്തോടൊപ്പം ട്രിനിറ്റേറിയൻ റിലീജിയസ് ഓർഡറിൻ്റെ വൈദികൻ ഇവിടെ എത്തിയതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. വാസ്കോഡഗാമ സാമൂതിരിയുമായിട്ട് ഈ സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാര വ്യവസായങ്ങൾക്ക് വേണ്ടിയുള്ള മീറ്റിങ്ങുകളും അല്ലെങ്കിൽ അതുപോലുള്ള സമ്മേളനങ്ങളൊക്കെ നടത്തിയപ്പോൾ ഈ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവിടെ മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമുക്കറിയാം ഫ്രാൻസിസ് സേവ്യർ 1540കളിലേക്ക് വരുമ്പോൾ ഈ കോഴിക്കോട് സന്ദർശിച്ചിരുന്നു. അപ്പോൾ ആ കാലഘട്ടം മുതൽ ഇവിടെ ഒരു ക്രിസ്തു വിശ്വാസ സമൂഹം അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ ഇതൊക്കെ കാണിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പരമ്പരാഗത പ്രവർത്തനം ഇവിടെ ഉണ്ടായിട്ട് ക്രൈസ്തവരുണ്ടായിട്ടും ഏകദേശം ഒരു 4 നൂറ്റാണ്ട് കാലം ഒരു രൂപതയായിട്ട് ഇത് രൂപപ്പെടുന്നതിന് നമുക്ക് സമയമെടുത്തത് എന്നുള്ളതിനെക്കുറിച്ച് പിതാവിൻ്റെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. പിന്നെ തെക്ക് നിന്നും ക്രിസ്ത്യാനികൾ അങ്ങനെ ഇങ്ങോട്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഉള്ളവർ ഇവിടെ ചില പോക്കറ്റുകളിൽ ജീവിച്ചു എന്നുള്ളതല്ലാതെ അത് വലിയൊരു സുവിശേഷവൽക്കരണ പ്രക്രിയയായിട്ട് മാറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരുടെ അജപാലനം വാസ്തവത്തിൽ ആ കാലഘട്ടങ്ങളിൽ നടന്നിട്ടില്ലേ? അത് നടന്നത് മിഷണറിമാരിലൂടെയാണോ? അതെ, അവരുടെ അജപാലനം നടന്നത് അങ്ങനെയാണല്ലോ, മിഷണറിമാരിലൂടെ. അതെ അവർ നടന്നിട്ടുണ്ട്. അവരങ്ങനെ ഇപ്പോൾ കോഴിക്കോട്, മാനന്തവാടി, അതുപോലെ വൈത്തിരി അല്ലെങ്കിൽ മേപ്പാടി, പിന്നെ കണ്ണൂർ, ഇങ്ങനെ ചില പോക്കറ്റുകളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവരൊക്കെ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ വളരെ വലിയൊരു എക്സ്പാൻഷൻ ഉണ്ടായതായിട്ട് കാണുന്നില്ല. പക്ഷേ ചില ചരിത്രകാരന്മാരെങ്കിലും പറയുന്നത് ക്രിസ്ത്യാനികൾ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ചില കാലഘട്ടത്തിൽ അതെങ്ങനെയോ ഇവിടെ നിന്ന് പോവുകയോ എന്തൊക്കെ സംഭവിച്ച് മറഞ്ഞുപോയി എന്നാണ് പറയുന്നത്. അല്ല, അത് ചരിത്രത്തിൽ രേഖപ്പെടുത്ത സംഭവം ഉണ്ടല്ലോ, അതിനോടനുബന്ധമായിട്ടുള്ള ഈ പടയോട്ട കാലഘട്ടങ്ങളും ഒക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ട്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാമെന്നുള്ളത് സ്വാഭാവികമാണ്. അതിനുശേഷം വീണ്ടും 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭഘട്ടം മുതൽ അന്ന് കേരളമില്ല, തെക്കൻ തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ തിരുവിതാംകൂർ മലബാറുമുള്ളൂ. അപ്പോൾ ആ തിരുവിതാംകൂർ പ്രദേശങ്ങളെല്ലാം ക്രിസ്ത്യാനികളും അതുപോലെ യഹൂദന്മാരുമൊക്കെ താമസിച്ചിരുന്നു. ഇവിടെയും അതിന് സമാന്തരമായിട്ട് പ്രത്യേകിച്ച് ചരിത്രങ്ങളിൽ നമ്മൾ കാണുന്നത് യഹൂദന്മാരുടെ ഒരു സമൂഹം കൊല്ലം മുതൽ കോഴിക്കോട് വരെയുള്ള തീരദേശത്ത് താമസമാക്കിയിരുന്നു എന്നും അവരോട് സുവിശേഷം അറിയിക്കാനാണ് സെൻറ് തോമസ് 52 AD ഇവിടെ വരുന്നതെന്നും നമ്മൾ കാണുന്നുണ്ട്. വാസ്തവത്തിൽ ആ യഹൂദന്മാരിൽ ഒരുപാട് പേര് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുകയും ഇവിടെ ഉണ്ടായിരുന്നിരിക്കാം. അതോടൊപ്പം ഈ നാട്ടുകാരോട്ട് ആളുകളും വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിലൊരു പശ്ചാത്തലം വാസ്തവത്തിൽ 1500 വരെ ഇവിടെ നിലനിന്നിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനുശേഷം ഈ 19-ാം നൂറ്റാണ്ടിൽ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ അന്ന് ഒരുപാട് ഒരു റെവല്യൂഷൻ തന്നെ സഭയുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. 1925 ബ്രദർ സ്പിനല്ലി SJയുടെ സഹകരണത്തോടെ സെയിന്റ് വിൻസെന്റ്സ് ഇൻഡസ്ട്രിയൽ തുടങ്ങി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഫാത്തിമ ITC, സെന്റ് വിൻസെന്റ് കോളനി സ്കൂൾ, ഓർഫനേജ്, സെന്റ് വിൻസെന്റ് ഹോം ഫോർ പുവർ, ചെറുവണ്ണൂർ ഓർഫനേജ്, മട്ടൂൽ ഓർഫനേജ് എന്നിവ സ്ഥാപിതമായത്. രൂപതയുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി വയനാട്ടിൽ ചുണ്ടേൽ എസ്റ്റേറ്റ് വാങ്ങുന്നതും പെരിനി പിതാവിൻ്റെ ദീർഘവീക്ഷണത്തോടെയാണ്. ഇവിടെ ഈ ഒരു മുന്നേറ്റം, മിഷണറിമാരുടെ മുന്നേറ്റം നമ്മൾ കാണുന്നത് വാസ്തവത്തിൽ എന്നെ പലപ്പോഴും ചിന്തിപ്പിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ വിദേശ ഭരണം എന്നൊക്കെ ആക്ഷേപിക്കുമ്പോഴും ഭരണത്തിൽ പങ്കാളികളാകാതെ സമൂഹത്തിന് വേണ്ടി സമൂഹത്തിൻ്റെ സാമൂഹ്യവും ആരോഗ്യപരവും വിദ്യാഭ്യാസപരമായ ഉന്നതിക്ക് വേണ്ടി നിലകൊണ്ട മിഷണറിമാരുടെ പ്രവർത്തനങ്ങളാണ് ഇന്ത്യയിലുടനീളം നമ്മൾ കാണുന്നത്. ആ തരത്തിലിപ്പോൾ പിതാവ് സൂചിപ്പിച്ചല്ലോ, കോഴിക്കോട് രൂപതയും ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ജനങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ പരിപോഷിപ്പിക്കാനും അജപാലനം വളർത്തിയെടുക്കാനും അതോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി സമൂഹത്തിൽ പ്രവർത്തിക്കാനും വേണ്ടിയാണ് കോഴിക്കോട് രൂപത രൂപം കൊണ്ടുവന്നത്. 6 പിതാക്കന്മാർ കോഴിക്കോട് രൂപയ്ക്ക് പിതാവടക്കം ഇതുവരെ കോഴിക്കോട് രൂപതയ്ക്ക് ആയിക്കഴിഞ്ഞു. ഒരു നൂറ്റാണ്ട് കൊണ്ട് 100 വർഷം കൊണ്ട് 6 പിതാക്കന്മാർ ചെയ്ത സേവനങ്ങൾ, മഹത്തായ സേവനങ്ങളാണ് അന്നത്തെ പിതാക്കന്മാരും അച്ഛന്മാരും ചെയ്തത്. അതിൻ്റെ ആദ്യകാല സംഭവങ്ങളൊന്ന് ഓർത്തെടുക്കാൻ അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ സംഭാവനകൾ ഈ സമൂഹത്തെ ഇത്തരത്തിലേക്ക് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൽ അവർ ചെയ്തിരിക്കുന്ന ദീർഘവീക്ഷണത്തിലുള്ള പ്രവർത്തനങ്ങളൊന്ന് അനുസ്മരിക്കാൻ കഴിയുമോ പിതാവിന്? പെരീനി പിതാവാണ് ആദ്യത്തെ ബിഷപ്പാണെന്ന് ഞാൻ പറയുകയുണ്ടായി. ആദ്യത്തെ ബിഷപ്പ് അദ്ദേഹം വന്നത് മംഗലാപുരത്തു നിന്നാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനുണ്ടായി കാണണം, പ്രത്യേകിച്ച് ലാംഗ്വേജ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ വളരെ നല്ലൊരു ടീം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് മിഷണറിമാർ തന്നെയാണ്, വൈദികർ, അതുപോലെ നാട്ടിൽ നിന്നുള്ള വൈദികരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി പ്രവർത്തിച്ച് പല സ്ഥലങ്ങളിലും പള്ളികൾ സ്ഥാപിക്കുക,
കോൺവെൻറ്റുകൾ സ്ഥാപിക്കുക, സ്ഥലം വാങ്ങുക, അങ്ങനെ സാമൂഹികപരമായിട്ടുള്ള പല പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുക. അങ്ങനെയൊക്കെ അവരുടെയൊക്കെ ഫലമായിട്ടാണ് നമ്മളുടെ ഇന്ന് ഈ ടൗണിലുള്ള വിൻസെൻ്റ് ഹോം എന്ന് പറയും, സെൻറ്റ് വിൻസെൻറ്റ്സ് ഹോം. അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് അനാഥ കുട്ടികളും അതുപോലെ തന്നെ ആരും പേരുമില്ലാത്തവരൊക്കെ പഠിച്ചു പോയിട്ടുള്ള, വളർന്നു പോയിട്ടുള്ളൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനം തുടങ്ങിയത് കോഴിക്കോട് രൂപതയാണ്. പിന്നീട് അത് ചാരിറ്റി സിസ്റ്റേഴ്സിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്നും അവരത് നടത്തിക്കൊണ്ടു വരുന്നു. അതിനിപ്പോൾ ഈ അടുത്ത കൊല്ലം വരുമ്പോൾ 100 വർഷം അതിൻ്റെ തികയാണ്. അപ്പോൾ അതായത് രൂപത ഉണ്ടായ ഉടൻ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇടപെട്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രവർത്തനമാണ് പെരീനി പിതാവ് ചെയ്തു. പ്രൊസേർപ്പിയോ പിതാവ് വന്നപ്പോഴും ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൂടുതലും ഇപ്പോൾ ചാക്കോ സാറിന് അറിയാവുന്ന പോലെ ആ കാലഘട്ടത്തിൽ പള്ളികൾ കുറവാണ്. ആളുകൾ അവിടെ ഇവിടെയൊക്കെ വന്ന് താമസിച്ചൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ അവർക്ക് പള്ളി ഉണ്ടാക്കണം, അവർക്ക് സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടൊക്കെ ഈ 2 മെത്രാന്മാരും വളരെയധികം കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അതേസമയം 32 കൊല്ലക്കാലം ഭരിച്ച നമ്മുടെ പത്രോണി പിതാവ്, ആ പത്രോണി പിതാവാണ് 48-ൽ അദ്ദേഹം മെത്രാനായത്. അപ്പോൾ ഈ 48 മുതലൊക്കെ അദ്ദേഹം 80 വരെ, അതെ 80 വരെ ഉണ്ടായിരുന്നു. അതിൽ 5-6 കൊല്ലത്തോളം ഈ കുടിയേറ്റ ജനതയ്ക്ക് വേണ്ടി വളരെയധികം സേവനങ്ങൾ അദ്ദേഹം ചെയ്യുകയുണ്ടായി. അത് പെരീനി പിതാവും പ്രൊസേർപ്പി പിതാവും കുടിയേറ്റ ജനതയ്ക്ക് വേണ്ടി അവർക്ക് അജപാലന സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം പ്രവർത്തിച്ച വ്യക്തികളാണ് അവർ. ഞാനറിയുന്നിടത്തോളം ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം തന്നെ വാങ്ങിയിട്ട് അത് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കുകയുണ്ടായി. ഇപ്പം നമ്മളുടെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട, ഇപ്പോൾ താമരശ്ശേരിയിലുള്ള പ്രധാനപ്പെട്ട പള്ളികൾ തിരുവമ്പാടി, കൂടത്തായി, അതുപോലെ തന്നെ കണ്ണുവം, അതുപോലെ കോടഞ്ചേരി, പിന്നെ മരുതോങ്കര, പിന്നെ അതിനടുത്തുള്ള പല അങ്ങനെ ഇതുപോലെ ഉള്ള പള്ളികളൊക്കെ അന്ന് ഈ മിഷനറീസ് പോയിട്ട് സ്ഥാപിച്ചതാണ്. അത് ആ പള്ളികളൊക്കെ 953-ൽ തലശ്ശേരി രൂപത ഉണ്ടായപ്പോൾ വളരെ ഔദാര്യപൂർവ്വം ഈ പിതാവ് വിട്ടുകൊടുക്കുകയുണ്ടായത്. ഈ അടുത്ത കാലത്ത് താമരശ്ശേരി പിതാവ്, റെമിജിയസ് പിതാവും, അതുപോലെ തന്നെ പാമ്പ്ളാനി പിതാവും, ഞർലക്കാട്ട് പിതാവും ഒക്കെ അതിനുവേണ്ടി വലിയ സാക്ഷ്യം നൽകുകയുണ്ടായി. ഞാൻ അത്ഭുതത്തോടെ ഈ തലശ്ശേരി രൂപതയുടെ ചരിത്രം പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. അഭിവന്യ ആൾദോ മരിയ പത്രോണി പിതാവ് റോമിലേക്ക് എഴുതിയ ഒരെഴുത്താണ് അടിസ്ഥാനപരമായി തലശ്ശേരി അതിരൂപതയുടെ സ്ഥാപനത്തിന് നിമിത്തമായത്. അഭിവന്യ പത്രോണി പിതാവ് എഴുതിയ എഴുത്ത് ഇപ്രകാരമാണ്: എൻ്റെ രൂപതയിലാകെയുള്ള ലത്തീൻ വിശ്വാസികളുടെ 4 ഇരട്ടി സുറിയാനി കത്തോലിക്കർ ഈ രൂപതയിൽ വന്നുകൂടിയിട്ടുണ്ട്. അവരുടെ ആത്മീയ ശുശ്രൂഷകൾ നടത്തുന്നതിന് അവർക്ക് സ്വന്തമായി ഒരു സുറിയാനി രൂപത സ്ഥാപിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും കരണീയം എന്ന് അഭിവന്യ ആൾദോ മരിയ പത്രോണി പിതാവ് എഴുതിയ ഒരൊറ്റ എഴുത്താണ് വാസ്തവത്തിൽ തലശ്ശേരി അതിരൂപത എന്ന ഈ ഒരു സഭായാഥാർത്ഥ്യം ഇവിടെ സംജാതമാക്കാൻ ഇടവന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലെ പിതാക്കന്മാർക്കോ മനുഷ്യർക്കോ ചിന്തിക്കാനാവാത്തത്ര ഉദാരമായ ഒരു വിശാലതയാണ് വാസ്തവത്തിൽ പത്രോണി പിതാവ് കാണിച്ചത്. തുടർന്ന് പിതാവിൻ്റെ എഴുത്തിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ഇവിടെ വന്ന കർദിനാൾ യൂജിൻ ടിസറൻ്റ് തിരുമേനി, അദ്ദേഹം പത്രോണി പിതാവിനെ സന്ദർശിച്ചു. ടിസറൻ്റ് തിരുമേനി തൻ്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട്, ഇവിടെ സുറിയാനിക്കാർക്കൊരു രൂപത വരണമെന്ന് സുറിയാനിക്കാരായ പിതാക്കന്മാരെക്കാളും ആഗ്രഹിച്ചതും അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തിയതും അഭിവന്യ പത്രോണി പിതാവാണ് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് എങ്ങനെ ഈ കോഴിക്കോട് രൂപതയോടുള്ള സ്നേഹവും കടപ്പാടും വിസ്മരിക്കാൻ കഴിയും? സങ്കീർത്തകൻ പറയുന്നത് പോലെ, ദൈവമേ ഞാൻ അങ്ങയെ മറന്നാൽ എൻ്റെ വലതു കൈ എന്നെ മറന്നു പോകട്ടെ എന്ന് പറഞ്ഞതുപോലെ കോഴിക്കോട് രൂപതയെ
ഞങ്ങൾ ഒരിക്കലും വിസ്മരിക്കില്ല. ഞങ്ങളുടെ ഹൃദയത്തിലാണ് ഈ രൂപതയിലെ പിതാക്കന്മാർക്കും വൈദികർക്കും നിങ്ങൾ ചെയ്ത നന്മകൾക്കും ഇടമുള്ളത് എന്ന് മാത്രം ഈ ശ്രേഷ്ഠവേദിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് കേവലം ഒരു രൂപത സ്ഥാപിക്കുവാൻ വേണ്ടി മാത്രമല്ല, അഭിവന്യ വള്ളൂപ്പള്ളി പിതാവ് മലബാറിലേക്ക് വരുമ്പോൾ ആദ്യം വന്നത് അഭിവന്യ പത്രോണി പിതാവിൻ്റെ മെത്രാസന മന്ദിരത്തിലാണ്. ഇവിടുത്തെ കത്തീഡ്രൽ പള്ളിയിലാണ് പിതാവ് വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചത്. തീർന്നില്ല, അഭിവന്യ പത്രോണി പിതാവ് തന്നെയാണ് തലശ്ശേരിയിലെ ഹോളി റോസറി പള്ളിയും ആ പള്ളിയുടെ റെക്ടറിയും അഭിവന്യ പിതാവിന് താമസിക്കുവാനായി വിട്ടുകൊടുത്തത്. തലശ്ശേരി അതിരൂപതയുടെ ആസ്ഥാനം കുറേ നാളുകളെങ്കിലും കോഴിക്കോട് രൂപതയുടെ ഔദാര്യത്തിലായിരുന്നു എന്നത് സത്യമാണ്. കൂടാതെ സ്വന്തമായി വൈദികരില്ലാത്ത തലശ്ശേരി അതിരൂപതയ്ക്ക് പത്രോണി പിതാവ് തൻ്റെ രൂപതയിൽ സേവനം ചെയ്തുകൊണ്ടിരുന്ന കോഴിക്കോട് രൂപതയിൽ ഇൻകാർഡിനേറ്റ് ചെയ്തിട്ടുള്ള സുറിയാനിക്കാരായ വൈദികരെ വളരെ സ്നേഹപൂർവ്വം ഉദാരതയോടെ വിട്ടു നൽകി തലശ്ശേരി അതിരൂപതയുടെ വൈദിക കൂട്ടായ്മയുടെ തുടക്കവും ഇപ്രകാരമുള്ളൊരു കരുതലിൽ നിന്നാണ്. കോഴിക്കോട് രൂപത സ്വന്തമായി കൈവശം വച്ചിരുന്ന ഏതാനും പള്ളികൾ കൂടി തലശ്ശേരി മെത്രാന് കൈമാറിക്കൊണ്ടാണ് പത്രോണി പിതാവ് പുതുതായി ജന്മം കൊണ്ട രൂപതയോടുള്ള തൻ്റെ സ്നേഹവും കടപ്പാടും അറിയിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ നന്മകളൊക്കെയും ഏറ്റുപറയുവാൻ ഈ ശതാബ്ദവേദിയിൽ ഞാൻ വരേണ്ടതുണ്ട് എന്ന് എനിക്കറിയാവുന്നതാണ്. നിങ്ങളുടെ ആ വലിയ നന്മയ്ക്ക്, ആ നന്മയുടെ ഈ കാലഘട്ടത്തിലെ പിൻഗാമിയായ പ്രിയപ്പെട്ട വർഗീസ് ചക്കാലയ്ക്കൽ പിതാവിനോട് ഞങ്ങൾക്കുള്ള സ്നേഹം, പിതാവ് വാസ്തവത്തിൽ ഏത് രൂപതയുടെ മെത്രാനാണ് എന്ന് തലശ്ശേരിക്കാർക്ക് ശരിക്കും സംശയമുണ്ട്. കാരണം കണ്ണൂർ രൂപതയുടെ മെത്രാനായിരുന്ന കാലത്ത് തലശ്ശേരി രൂപതയിലെ ഏതെങ്കിലും ഒരു പള്ളിയിൽ പിതാവ് വന്ന് പാട്ടുകുർബാന പാടാത്തതായിട്ടുണ്ടോ എന്ന് സംശയമാണ്. വർഗീസ് പിതാവ് ലത്തീൻ മെത്രാനാണ് എന്ന് പറഞ്ഞാൽ തലശ്ശേരിക്കാർ വിശ്വസിക്കുകയല്ല. കാരണം ഞങ്ങൾ പാട്ടറിയാൻ മേലാത്ത മെത്രാന്മാരെ വെച്ച് നോക്കുമ്പോൾ വർഗീസ് പിതാവിൻ്റെ സുറിയാനി പാട്ടുകുർബാന തലശ്ശേരിക്കാർക്ക് ഏറെ ഹൃദയാവർജകമാണ്. പിതാവിൻ്റെ ആ നന്മയും ഹൃദയവിശാലതയും ഒക്കെയും ഞങ്ങൾ എന്നും സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. എല്ലാവരെയും സാഹോദര്യത്തിൻ്റെ ഹൃദയത്തോടെ ചേർത്ത് പിടിക്കുന്ന പ്രിയപ്പെട്ട വർഗീസ് പിതാവിന് എല്ലാ നന്മകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട്, അനേകം പിതാക്കന്മാരിവിടെ ഉണ്ടായെങ്കിലും ശതാബ്ദി ആഘോഷിക്കാനുള്ള ഭാഗ്യം വർഗീസ് പിതാവിനാണ് ദൈവം കരുതി വെച്ചത് എന്നത് ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. ഈ രൂപതയ്ക്കും ശതാബ്ദിയുടെ നിറവിലെത്തിയ നിങ്ങളുടെ എല്ലാ നന്മകൾക്കും മുമ്പിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും.